ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉറക്കമില്ലാണ്ട് കുറേ ആളുകളൊക്കെ ബുദ്ധിമുട്ടുണ്ട് രാത്രി. അപ്പോൾ അതിന് കുറച്ച് പരിഹാരങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 50 വയസ്സ് 55 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ പോലെ ഉറങ്ങാനൊന്നും പറ്റില്ല രാത്രി. പലവിധ മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ഉറക്കമില്ലാണ്ടാവും. പിന്നെ പകൽ ഉറങ്ങണ ആൾക്കാരാണെങ്കിൽ പകൽ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കം കുറയും. പിന്നെ ഈ മനസ്സിൻ്റെ പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും തന്നെ രാത്രി ഉറക്കമില്ലാണ്ടാവും. അപ്പോൾ ഓരോന്നും ആലോചിച്ച് കിടന്നിട്ട് ഉറക്കമില്ലാത്ത വരും. ഉറക്കമില്ലാണ്ടായി കഴിഞ്ഞാൽ മനുഷ്യന് പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. രാവിലെ എണീക്കുമ്പോൾ തലവേദന ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പ്രായം കൂടി വരും തോറുമാണ് ഉറക്കക്കുറവൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് പരിഹാരങ്ങൾ ഞാൻ പറയാനാണ് വന്നിരിക്കുന്നത്. എന്ന വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത്, രാവിലെയൊക്കെ കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുളി പിന്നെ വൈകുന്നേരത്തേക്ക് ആക്കുക. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 5 മണി ആ സമയത്ത് വൈകിട്ട്. അപ്പോൾ 5 മണിക്ക് ഒക്കെ ആകുമ്പോൾ കുളിക്കുക. അപ്പോൾ തലയ്ക്ക് തണുപ്പ് കിട്ടാൻ പറ്റിയ കുറച്ച് മാർഗ്ഗങ്ങളൊക്കെ ചെയ്തു നോക്കുക. തല കൂടുതൽ ചൂടാവുമ്പോഴേക്കാണ് രാത്രി ഉറക്കമില്ലായ്മയൊക്കെ വരിക. അപ്പോൾ അതിന് 1 ടീസ്പൂണ് ഉലുവ വെള്ളത്തിലിട്ട് രാവിലെ കുതിർത്തി വെച്ചിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് അത് നന്നായി അരച്ചിട്ട് തലയോട്ടിയുമൊക്കെ തേച്ച് പിടിപ്പിക്കുക. എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 3/4 മണിക്കൂർ സമയം ഇരുന്നിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. അപ്പോൾ ഇത് ഈ ഉലുവ തലയ്ക്ക് തണുപ്പ് കിട്ടാനുള്ള സാധനമാണ്. അപ്പോൾ രാത്രി ഉറക്കമില്ലായ്മയൊക്കെ ഇതിനൊരു നല്ലൊരു മരുന്നാണ് കേട്ടോ അത്. പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ല സഹിക്കാവുന്ന ചൂടോടുകൂടി വെള്ളം എടുത്തിട്ട്, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് 2 കാൽപാദങ്ങളും നന്നായി മുക്കി വയ്ക്കുക. മുങ്ങണം കേട്ടോ നന്നായിട്ട്. കാലിൻ്റെ പാദം രണ്ടും നന്നായി മുക്കി ഒരു 3/4 മണിക്കൂർ സമയം വയ്ക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ അങ്ങനെ വയ്ക്കുക. അപ്പോൾ ഈ കാലിൻ്റെ അടിയിലുള്ള ബ്ലഡൊക്കെ ചൂട് ചെല്ലുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടും ബ്ലഡിന്. അപ്പോൾ നമുക്ക് നല്ലൊരു സുഖം ഉണ്ടാകും രാത്രി കിടക്കാനൊക്കെ ഉറങ്ങാനൊക്കെ. ഇപ്പോൾ പ്രത്യേകിച്ചും തണുപ്പ് കാലമാണ്. മഴയത്തൊക്കെ നടന്നിട്ട് നല്ല തണുപ്പൊക്കെ തട്ടുമ്പോൾ ബ്ലഡൊക്കെ ഇങ്ങനെ കട്ടയിരുന്നിട്ട് നമുക്ക് തരിപ്പ്, വേദന ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മഴക്കാലത്ത് ഏറ്റവും ചെയ്യാൻ പറ്റിയത് ഇതൊക്കെയാണ്. ഈ ചൂടുവെള്ളത്തിൽ, സഹിക്കാവുന്ന ചൂടുവെള്ളത്തിൽ കാല് ഇറക്കി വെച്ചിരിക്കുക. കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. പിന്നെ ഒരു നെല്ലിക്കും 1 കഷ്ണം കറ്റാർവാഴയുടെ ജെല്ല് 1 ടീസ്പൂൺ മതി. രണ്ടും കൂടി മിക്സ് ചെയ്യുക. നെല്ലിക്ക അരച്ച് മിക്സ് ചെയ്യുക. ഇത് രണ്ടും കൂടി തലയോട്ടിയുമൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞിട്ട് കഴുകി കളയുക. ഇത് രണ്ടും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാൻ പറ്റിയ വസ്തുക്കളാണ്. അപ്പോൾ അതും ചെയ്ത് ഒന്ന് കുളിച്ച് നോക്കുക. ഇതൊക്കെ കാലത്തല്ല, വൈകുന്നേരം ചെയ്യണം കേട്ടോ. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞാൽ. അപ്പോൾ തലയ്ക്ക് തണുപ്പ് കിട്ടാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ, രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 ഗ്ലാസ് പാല് കുടിക്കുക. ഇളം ചൂടോട് കൂടി പാല് കുടിക്കുക. അത് നമ്മുടെ ചൂടൊക്കെ തട്ടുമ്പോൾ നമ്മുടെ ബ്ലഡിനും വയറ്റിലേക്കൊക്കെ നല്ലൊരു സുഖം കിട്ടും. ബ്ലഡിനൊക്കെ ഒരു രക്തയോട്ടം കിട്ടും. തലച്ചോറിനൊക്കെ ഒരു ഇതൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്യാം. പിന്നെ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ, ചൂടുവെള്ളത്തിൽ തല കുളിക്കരുത് കേട്ടോ. തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കിടക്കണ മുറി രാത്രി ഇരുട്ടുള്ള മുറിയിൽ കിടക്കാൻ ശ്രമിക്കുക. വെളിച്ചം അധികം കണ്ണിലേക്ക് തട്ടരുത്. കണ്ണിലേക്കൊക്കെ വെളിച്ചം തട്ടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇരുട്ടത്ത് കിടക്കാൻ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ചെറിയൊരു സീറോ ബൾബൊക്കെ ഇടുക. അത് വെള്ള സീറോ ബൾബല്ല, അത് നല്ല പ്രകാശമുള്ളതാവും. ഒരു ചുവന്ന സീറോ ബൾബ്. അപ്പോൾ ഒരു ഇളം ലൈറ്റ് മാത്രം മുറിയിൽ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ റൂമിലൊക്കെ ഒരു കുറച്ച് വെളിച്ചത്തിൽ മാത്രം കിടന്നുറങ്ങുക. പിന്നെ രാത്രി കിടന്നുറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫോൺ നോക്കരുത്. ഈ ഫോണിലുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ കണ്ണ് നമ്മുടെ കൂടുതൽ വികസിക്കുകയാണ്. അപ്പോൾ ഈ വികസിക്കുമ്പോൾ കണ്ണിലത്തെ ഞരമ്പുകളൊക്കെ കൂടുതൽ ഇങ്ങനെ ഇതായിട്ടും കൊണ്ടിരിക്കും. കൂടുതൽ ബ്ലഡൊക്കെ വന്നിങ്ങനെ വികസിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂർ മുമ്പ് ഫോൺ നോക്കരുത്. പിന്നെ
അത്താഴമൊക്കെ നമ്മളൊരു 7:30ക്ക് മുമ്പേ കഴിക്കുക. 8 മണിക്ക് മുമ്പേ എന്തായാലും കഴിക്കുക അത്താഴം. അത്ര നേരം വൈകി കഴിക്കരുത്. ഇപ്പോഴുള്ള ചില ആൾക്കാരൊക്കെ രാത്രി 10 മണി 11 മണിക്ക് ആയിട്ടാണ് അത്താഴം കഴിക്കുക. അതൊന്നും ചെയ്യരുത്. ഒരു 7:30 ആകുമ്പോഴെങ്കിലും അത്താഴം കഴിക്കണം. പിന്നെ ഉറങ്ങണ മുറി ഞാൻ പറഞ്ഞല്ലോ, അധികം വെളിച്ചില്ലാത്ത റൂമിൽ കിടന്നുറങ്ങുക. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളോ എന്തെങ്കിലും ഒക്കെ എടുത്ത് വായിക്കുക. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ കണ്ണ് കൂടുതൽ ചുരുങ്ങുക ചെയ്യുക. ഈ സൂക്ഷിച്ച് അക്ഷരങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലത്തെ ഞരമ്പൊക്കെ ഒന്ന് ഇതാവും. അപ്പോൾ നമ്മൾ കണ്ണിലേക്ക് ഫോൺ നോക്കുമ്പോൾ രശ്മികൾ കടിക്കുമ്പോൾ കൂടുതൽ ഇതാവുകയും ചെയ്യുക, ബുദ്ധിമുട്ട്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കഥകളോ നോവലുകളോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ആനന്ദവും ഒരു സന്തോഷവും ഒക്കെ കിട്ടും. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർത്ത് കിടക്കുക. നമ്മുടെ പകലുണ്ടായ കാര്യങ്ങൾ, എന്തെങ്കിലും ചീത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. സന്തോഷമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അതെല്ലാം ഓർത്ത് കിടക്കുക. പിന്നെ നമ്മുടെ ഒരു 10-40 കൊല്ലം മുമ്പുള്ള പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. ഒന്നില്ലെങ്കിൽ ഫോണിൽ വെച്ചിട്ട് കേൾക്കുക, അല്ലെങ്കിൽ റേഡിയോയിൽ വെച്ചിട്ട് കേൾക്കുക. ഇപ്പോഴുള്ള അടിപൊളി പാട്ടുകളല്ല കേട്ടോ, ഉള്ള ഉറക്കം പോകാൻ അതൊക്കെ വേണ്ടോ. അപ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ പാട്ടുകൾ, നല്ല നസീറിൻ്റെ മധുവിൻ്റെ ഒക്കെ സിനിമകളുണ്ടാവുമല്ലോ, ചെമ്മീൻ പോലത്തെ സിനിമകൾ, അന്നത്തെ പണ്ടത്തെ കാലത്തെ സിനിമ പാട്ടുകളൊക്കെ കേട്ടാൽ എന്തായാലും നല്ല ഉറക്കം കിട്ടുന്ന പാട്ടുകളാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുക. അടിപൊളി പാട്ടുകൾ ഒഴിവാക്കുക, നമ്മുടെ ഉള്ള ഉറക്കം പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കുക, പരീക്ഷിച്ച് നോക്കുക. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഉറക്കം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നല്ലൊരു ഡോക്ടറെ പോയി കാണുക. കുറച്ച് നാളെങ്കിലും എന്തെങ്കിലും ഒരു നല്ല ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ പലവിധ മാനസിക പ്രശ്നങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിച്ച് ഒന്ന് സമയത്തിനും കൃത്യസമയത്തിനൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിനൊരു ഉണർവ് കിട്ടും, സന്തോഷം കിട്ടും. അപ്പോൾ ഉറക്കമില്ലായ്മയാണ് എല്ലാ രോഗങ്ങളുടെയും പ്രധാന കാരണം. അപ്പോൾ എല്ലാവരും നേരത്തെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഒരു 7-8 മണിക്കൂർ നേരം ഉറങ്ങുക. അപ്പോൾ തന്നെ നമ്മുടെ പകുതി എല്ലാ അസുഖങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയോ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. അതുവരെ ടാറ്റ, ബൈ ബൈ.